അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബിസത്തിന്റെ കൊള്ളത്തരങ്ങളും വഹാബികൾ മക്കയിലും മദീനയിലും ചെയ്ത അക്രമങ്ങളും ഈ അടുത്ത കാലത്ത് കൂടുതൽ വെളിച്ചത്ത് കൊണ്ടുവന്നത് റഹ്മത്തുള്ള ഖാസിമി മൂത്താടം തന്നെയാണ്. ഇന്നലെയും കേരള നദ്വത്തുൽ മുജാഹിദീൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന് സയ്യിദന്മാർ പോയിട്ടാണ് അതിന്റെ പരിപാടി നടത്തി കൊടുക്കുന്നത്. എനിക്ക് വേദന തോന്നുകയാണ്. എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് അറിയില്ല. ഇവർക്കൊരു മുൻഗാമികൾ ഉണ്ടായിരുന്നു. ഒരു KNMന്റെയോ ISMന്റെയോ ഇഫ്താർ മീറ്റിന് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ ഈ മഹാന്മാർ പോയിട്ടില്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പോയിട്ടില്ല. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പോയിട്ടില്ല. എന്നാൽ അവരുടെ നേരെയുള്ള പിൻഗാമികൾ ഇപ്പോൾ അവർക്ക് പണി തന്നെയാണ്. എനിക്ക് വളരെ വേദന തോന്നുകയാണ്. അവർക്ക് അവരുടെ കാര്യത്തിൽ വേദന തോന്നുന്നത് അവരുടെ സ്ഥാനം വേറെ ആക്കി ഇല്ലാത്തതുകൊണ്ട് സമുദായത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട്. അത് നിലനിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയാണ്. ഒന്നും വിചാരിക്കണ്ട. വഹാബികളുടെ ഇഫ്താർ മീറ്റിന് അവർ സംഘടിപ്പിച്ചാൽ, നമ്മളൊക്കെ സംഘടിപ്പിച്ച നമ്മുടെ നേതൃത്വവും ഇനി അതല്ല മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയോ സംഘടിപ്പിച്ച ഒരു ഇഫ്താർ മീറ്റിൽ എല്ലാവരും കൂടിയാൽ അത് പഴയ കാലത്തെ നടന്നു വരുന്നതാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന് പോകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ രീതിയല്ലെന്ന് വളരെ താഴ്മ നിന്ന് അവരെ കോന്തലന്റെ താഴെ ചെരുപ്പിന്റെ താഴെ നിന്ന് റഹ്മത്തുള്ള പറയുന്നു. അത് സമുദായത്തിന് വലിയ അപകടം ഉണ്ടാക്കും. അതല്ല ഇവരൊക്കെ വലിയ മഹാന്മാരായി ഈ വഹാബികൾ മഹാന്മാരാണെങ്കിൽ ഈ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന വിഭാഗം നല്ലവരായിരുന്നെങ്കിൽ നിങ്ങളെ വാപ്പമാരും ഏട്ടന്മാരും മരിച്ചുപോയവര് 100 കൊല്ലം എന്തിനെ ഇവർക്കെതിരെ സമരം ചെയ്തു? എന്താണ് നിങ്ങൾ ആലോചിക്കാത്തത്? തങ്ങന്മാർ ഉപദേശിക്കാൻ ഇയാരാണ്? ഞാൻ തന്നെയാ. ഞാൻ ഓർമ്മപ്പെടുത്ത ഉപദേശിക്കല്ല. ഇത് നിങ്ങളുടെ മുൻഗാമികൾ ചെയ്തതല്ല. ഇത് ദീൻ പൊളിക്കും. ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ബഹുമാനപ്പെട്ട സമസ്ത. വഹാബികളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സാദാത്യങ്ങൾ ഉണ്ടാക്കിയത്. വളരെ താഴ്മയോടെ പറയാം. ഇന്നലെ മാർച്ച് 20-ാം തീയതിയാണ്. ഇന്നലെ 2024 മാർച്ച് 20-ാം തീയതി ഇന്നലെയും കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഇഫ്താർ മീറ്റ്, ആ മീറ്റിന്റെ പ്രധാനപ്പെട്ട അതിന്റെ കൈകാര്യകർത്താക്കൾ ബഹുമാനപ്പെട്ട സാദാത്യങ്ങളാണ് എന്ന കാര്യത്തിൽ വേദനയാണ്. പ്രശ്നവും പ്രയാസമൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു പൊതുരംഗത്ത് ഒരു പൊതു കമ്മിറ്റി വിളിച്ചിട്ട് എല്ലാവരും കൂടിയാൽ അതൊരു തെറ്റല്ല. അതിനെയും വിമർശിച്ചവർ ആലിമ്യങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. പോട്ടെ, അത് തെറ്റല്ല. അതുപോലെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നടപ്പിലാക്കിയ കാര്യമാണ്. പക്ഷെ ഈ കാട്ടിക്കൂട്ടുന്ന രീതി മലബാറിനെ ദീനിനെ പൊളിച്ചു കളയുകയും അതിന് നിങ്ങൾ ഉത്തരവാദികളാവുകയും ചെയ്യും എന്ന് വളരെ വേദനയോട് പറയാണ്. പറഞ്ഞു വന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞതാണ്. ഞാനത് ഉദ്ദേശിക്കാൻ ആളല്ല. പക്ഷെ പറയൂല എന്നൊന്നും വിചാരിക്കന്നെ വേണ്ട. പറയേണ്ട പണി പറയും. ദീൻ പഠിച്ചവർ പറയണം. ഞാൻ വലിയ ആലിമല്ല, പക്ഷേ സുന്നി എന്താണ് വഹാബി എന്താണ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, ഇവരിത്തരം മഹാന്മാരാണെങ്കിൽ എന്തിനെ ഇവരെ വേലിപ്പുറത്ത് നിർത്തിയത് 100 കൊല്ലം? വലിത്തരം തമ്മിൽ കൂട്ടാവുന്ന ഓരോ സദ്യക്കൊക്കെ നമ്മൾ പോകാവുന്ന, അവരുടെ ഇഫ്താർ മീറ്റിനൊക്കെ നമ്മൾ പോകാവുന്ന കൂട്ടരാണെങ്കിൽ ഈ പണി എന്തിനാണ്? ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന പണി സമസ്ത എടുത്തത് 100 കൊല്ലം. ഒന്നും വിചാരിക്കരുത്. വേദനയോടുകൂടെ പറഞ്ഞു. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇതെന്തേ പറഞ്ഞത് ഇങ്ങനെ ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പൊതുസമൂഹത്തിൽ വന്നത് പൊതുസമൂഹം തന്നെ മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഇത്തരം സംഗതികൾ നിങ്ങളുടെ വില നഷ്ടപ്പെടുത്തും. അത് നഷ്ടപ്പെട്ടാൽ നമുക്കൊക്കെ നഷ്ടം വരും. നിങ്ങൾക്ക് വില നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങളെ വില നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങളെ വില നഷ്ടപ്പെട്ടാൽ സമുദായം തകർന്നു. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഒരു റഹ്മത്തുള്ള ഇവിടെ വേണ്ടയില്ല. ഒരു റഹ്മത്തുള്ള പോയാൽ അടുത്ത റഹ്മത്തുള്ള വരും. അവര് വെയിറ്റ് പോകാൻ പാടില്ല. അവരെ വില കുറഞ്ഞാൽ സമുദായത്തിന് രക്ഷ ഉണ്ടാവില്ല. സമുദായത്തിന് പിന്നെ നിലക്കാൻ കഴിയില്ല. ഒരു റഹ്മത്തുള്ളയൊക്കെ വെറും മയക്കം വച്ചിടുന്നവര് മാത്രം നമുക്കൊന്നിനും കഴിയൂല. നിങ്ങൾക്ക് ഒന്നും ഉണ്ടണ്ട. നിങ്ങൾ ഇരുന്നാ നടക്കും. അല്ലാഹു തആല ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ നിറചേറ്റി കൊടുക്കട്ടെ. അതോടൊപ്പം വഹാബികൾക്ക് അടിക്കാനുള്ള വടിയും റഹ്മത്തുള്ള ഖാസിമി പലപ്പോഴായി കൊടുത്തിട്ടുണ്ട്. വഹാബികളെ സംബന്ധിച്ച് നമുക്കറിയാം, 2013 പ്രധാനമായും 2-3 കക്ഷികളായി പിളർന്നപ്പോൾ അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള ഒരവസരമാണ് അവരുടെ പിളർപ്പ്.
TP അബ്ദുള്ള കോയ മദനി തന്നെ തുറന്നു പറഞ്ഞത് മറ്റൊരു ചാനലിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ ആ വീഡിയോ ആവർത്തിക്കുന്നില്ല. സിഹ്റൻ നോമന പേരിട്ടുകൊണ്ട് പിശാചിനോടോ ജിന്നിനോടോ ദേവീദേവന്മാരോടോ ഭൂതങ്ങളോടോ സഹായം അഭ്യർത്ഥിച്ചാൽ, വഹാബി ഭാഷയിൽ തന്നെ പറഞ്ഞാൽ പൂജിച്ചാൽ ഉത്തരം കിട്ടുമെന്നാണ് 2013 ശേഷം അവരുടെ പുതിയ തൗഹീദ്. മുമ്പ് കാലങ്ങളിൽ അവർ പറഞ്ഞിരുന്നത് ഉത്തരം കിട്ടാത്തതിനോട് ചോദിക്കുന്നത് കൊണ്ടാണ് ശിർക്കാവുന്നത് എന്നാണ്. പിശാചിനോടോ ദേവീദേവന്മാരോടോ ഭൂതങ്ങളോടോ ജിന്നിനോടോ സഹായം അഭ്യർത്ഥിച്ചാൽ ഉത്തരം കിട്ടുകയില്ല, അതുകൊണ്ട് തന്നെ അത് ആരാധനയാണ്, പൂജയാണ്, ശിർക്കാണ് എന്നായിരുന്നെങ്കിൽ അത് ഔലിയാക്കളുടെ വിഷയത്തിൽ മാത്രമാണ്. ബദരീങ്ങളോട് ചോദിച്ചാൽ മാത്രമാണ് ഉത്തരം കിട്ടാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചാൽ മാത്രമാണ് ഉത്തരം കിട്ടാത്തത്. ബദരീങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ഔലിയാക്കളോടും മറ്റമ്പിയാക്കളോടും ചോദിക്കൽ മാത്രമാണ് ശിർക്കുള്ളത് എന്നാണ് വഹാബി വിശ്വാസമെന്ന് 2013 ശേഷമാണ് ജനങ്ങൾ മനസ്സിലാക്കിയത്. 2013 ശേഷം TP അബ്ദുള്ള കോയ മദനിയെ അംഗീകരിക്കുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് യഥാർത്ഥ വഹാബിസം എന്താണെന്ന് TP അബ്ദുള്ള കോയ മദനി തുറന്നു പറഞ്ഞു. അള്ളാഹുവിനെ പോലെ പിശാചിന് ദേവീദേവന്മാർക്ക് കഴിവുണ്ട് എന്നാണ് വഹാബി വിശ്വാസമെന്ന തുറന്നു പറച്ചിലാണ് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞത്. അഥവാ വഹാബികളുടെ ദൈവമാണ് പിശാജ്. ആ പിശാജിന്റെ പതനമാണ്, തൗഹീദിന്റെ വിജയമാണ് ബദർ രണാങ്കണത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ബദരീങ്ങൾക്ക് വിജയം വരിച്ചിട്ടുള്ള ബദർ ദിനത്തിൽ നിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല, ആ വിജയത്തിൽ നിങ്ങൾ ആഹ്ലാദിക്കാൻ പാടില്ല, അന്ന് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യാൻ പാടില്ല, നിങ്ങൾ ബിരിയാണി വെച്ച് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞവർ നമ്മെ ആക്ഷേപിക്കുന്നത്, തീറ്റ കൊതിയന്മാരാക്കുന്നത്. അവർ പറയുന്നത് പിശാചിന്റെ അധപ്പതനം നടന്ന ദിവസമാണെന്ന്, മക്കാ മുശ്രിക്കുകളുടെ അധപ്പതനം നടന്ന ദിവസമാണെന്ന്, അവർ ഭക്ഷണം കഴിക്കാത്ത ദിവസമാണെന്ന്, അവർക്ക് ദുഃഖമുണ്ടായ ദിവസമാണെന്ന്. അന്ന് മുസ്ലിമീങ്ങൾ ദുഃഖിച്ചിരിക്കണം, ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് വഹാബികൾ ഇന്നും വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ വാദം തന്നെയാണ് റഹ്മത്തുള്ള ഖാസിമിയും പറയുന്നത്. ബദരീങ്ങൾ സ്വഹാബാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. ഏതൊരു സ്വഹാബിയെയും നാം പുകഴ്ത്തുമ്പോൾ അത് ബദരീങ്ങളെ ഇകഴ്ത്തലാവരുത്. ഒന്നിനെ പുകഴ്ത്താൻ വേണ്ടി മറ്റൊന്നിനെ ഇകഴ്ത്തൽ ശരിയല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഒരു സ്വഹാബി എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അല്പം ശബ്ദമുയർത്തി സംസാരിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സംസാരിച്ചു പോകരുത്. കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനാണ്. ആ ശ്രേഷ്ഠത അദ്ദേഹത്തിനുണ്ട്, അത് വകവെച്ചു കൊടുക്കണമെന്നാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ആശയത്തെ കാറ്റിൽ പറത്തുന്ന അതിരുകടന്ന ഒരു വർത്തമാനമാണ് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് റഹ്മത്തുള്ള ഖാസിമി തീർച്ചയായും തിരുത്തേണ്ടത് തന്നെയാണ്. റഹ്മത്തുള്ള ഖാസിമി തിരുത്തേണ്ട ആ വാക്കുകൾ കേൾക്കാൻ പോകാം വീഡിയോയിലേക്ക്. ബദരീങ്ങളെ സഹായം ആർക്ക് വേണ്ട? യാ അയ്യുഹൻ നബിയു ഹസ്ബുക്കല്ലാഹ്. ആര് മതിയാ റസൂലുള്ളാഹിക്ക്? അല്ലാഹു മതിയില്ലേ? പിന്നെന്തേ? എന്നാലും അത് പൂനെ കാണിച്ചല്ലോ. അപ്പൊ ഒരു ഷറഫ് നബിക്ക് അവരാവശ്യം ഉണ്ടായിട്ടല്ല, ബദറിലും അവരാവശ്യം ഉണ്ടായിട്ടല്ല. 1000 ആളുകൾ ഒന്നിച്ചു വന്ന റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി രോമപത്ത് വന്നോടുവോ? വീട് വളഞ്ഞിട്ട് ബലാരിക്കും ഉണ്ടായിനോ? അത് പറയടാ ആദ്യം, പറയും. ബദരീങ്ങളെ തിന്ന് മുണിങ്ങിയാ പോരല്ലോ, ഒത്തും കൂടി പറയും. ബദരീങ്ങളെ തിന്ന് മുണിങ്ങിയാ പോരല്ലോ, ഒത്തും കൂടി പറയും. ഇവരാരെങ്കിലും പറഞ്ഞ് വന്നിരുന്നടോ? ബദർ ഇപ്പോഴല്ലേ ഉണ്ടായത്? മദീനയിലേക്ക് പോകുന്നതിന്റെ തലേരാത്രി വീട് വളഞ്ഞ് ഊരിപ്പിടിച്ച മൂർച്ചുള്ള കടാരയുമായി ഈ ബദരീങ്ങൾ ഉണ്ടായിരുന്നപ്പോ ആരെ രക്ഷപ്പെടുത്തിയ? അല്ലാഹു. നബി ചിരിച്ചല്ലേ ഇറങ്ങിപ്പോണ്? പിന്നെന്തിനാ പേര്? എന്നാലും പറഞ്ഞല്ലോ, എന്നാലും വന്നല്ലോ, അപ്പോൾ മാത്രം അല്ല ആവശ്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്റെ കൂടെ അല്ല. വീട് വളയ ഒരു മനുഷ്യനെ നട്ടപ്പാതിരക്ക് കൊല്ലാനല്ലോ വീട് കളയണത്. എന്നിട്ട് എന്റെ വീട്ടിൽ കയറാൻ കഴിയാഞ്ഞ്? കയറാൻ കഴിയൂല.
അതാര് സംരക്ഷിക്കുന്ന വ്യക്തിയാണ്? അല്ലാഹു. അത്ര പ്രശ്നം എവിടെ ഇല്ല, അതറിഞ്ഞില്ല. അതുകൊണ്ടാണ് അലി റളിയല്ലാഹുവിന്റെ പ്രത്യേകത. മൻ മിസ്ലുഹു, അലിയെപ്പോലെ ആരാളുള്ളത്? എന്തേ? റസൂലുള്ള ഇറങ്ങി പോന്നിട്ട് പിന്നെ അലി അവിടെ കടന്നു. എനിക്ക് ഒരു ചുക്കും പറ്റൂല എന്ന് ആർക്കറിയും? അലിയാർക്കറിയും. ആരെ അന്ന് വീട് വളവിനോളെ സഹായിക്കാൻ വേണ്ടി പോയത്? നിങ്ങളാരെങ്കിലും ഉണ്ടായി? നിങ്ങളെ ബദരീങ്ങളുണ്ടായി? നിങ്ങൾ വലിയ കൂട്ടരായി പറയുന്ന ബദരീങ്ങളുണ്ടായിരുന്നു അന്ന്? ബദരീങ്ങളെ കൊണ്ട് നബിയെ കൊണ്ട് നേടുകയല്ലാതെ ബദരീങ്ങളെ കൊണ്ട് നബി എന്നെ ആവശ്യം ആർക്കില്ല, റസൂലുള്ളാഹിക്കില്ല. അങ്ങനെ ശരിക്കും പഠിച്ചു നോക്കിയതൊക്കെ. ബദരീങ്ങൾ ഉള്ളതുകൊണ്ട് നബികൾ കഴിച്ചില്ലായിരുന്നു. ഇങ്ങനെ പറഞ്ഞോ, നബി ഉള്ളതുകൊണ്ട് ബദരീങ്ങൾക്ക് ഇന്നും പാത്തിയ സുഹൃത്തും മൗലൂദും കിട്ടി. അവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല മുട്ടങ്കാലടക്കം 3-4 ഒരു വെള്ളക്കൊട്ട നിറച്ച് ചോറും കിട്ടി. നമുക്ക് ചോറ് കിട്ടി. അവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല മുട്ടങ്കാലടക്കം 3-4 ഒരു വെള്ളക്കൊട്ട നിറച്ച് ചോറും കിട്ടി. നമുക്ക് ചോറ് കിട്ടി. ബദരീങ്ങൾക്ക് പാത്തി കിട്ടി, നബിക്ക് അള്ളാനെ കിട്ടി. നബിക്ക് അല്ലാഹ് ഹസ്ബുക്കല്ലാഹ്. ഞാൻ എന്റെ കാര്യം തന്നെ കുറച്ച് കാണാം, പിന്നെ നിങ്ങളെയും കൂടി ഒപ്പിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങളോ വാന്തുമതില്ലാത്തും നിങ്ങൾക്ക് ഒന്നിനും കഴിയൂല. ഒന്നിനും കഴിയാത്ത ഒരാണ്ടാണ് എങ്ങ ഇന്ന്. എന്നാ ഓൾക്ക് എന്തിനും കഴിഞ്ഞു. എന്റെ ഓലൊരാളൊപ്പം കൂടിയിട്ടുണ്ട്. അതാണടാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ഉള്ളൂ ലോകത്തിലെ ആൺകുട്ടി. ബാക്കിയൊക്കെ അതിന്റെ ആ നേലും കൂടി നമ്മൾ രക്ഷപ്പെടും, ആ നേലിൽ കൂടി രക്ഷപ്പെടും. അല്ലാതെ അതിന്റെ തെറാവിയോ എന്ത് തെറാവി നിസ്കരിച്ചോ നാരോ എഴുതിക്കുന്നതൊക്കെ നബിന്റെ സുന്നത്തന്നെ. നബിന്റെ സുന്നത്താണെന്ന് ബോധർക്കുണ്ടാവണം. എനിക്ക് ഇജ്ജ് കൂലിയായിട്ട് പായണ്ട. ഇജ്ജ് എന്ത് മനസ്സിലാക്കണം? പറയാം, ഞാൻ നിസ്കാരിച്ചത് ആര് തന്നതാണ്? നബി തന്നതാണ്. ഞാൻ ഈ നോമ്പ് വിൽക്കുന്നത് നബി തന്നതാണ്. ഞാൻ ഈ ഓതുന്ന ഖുർആൻ നബി തന്നതാണ്. അല്ലേ? പറയ ഇതൊക്കെ നമുക്ക് ബോധണ്ടാണ്. ഇതൊക്കെ ആര് തന്നതാണ്? നബി തന്നതാണ്. നബി നബി. അങ്ങനത്തെ ചങ്ങന്മാരെ നിങ്ങൾ കരിഞ്ഞുകൊണ്ട് ആ ബദരീങ്ങൾ കഷ്ടപ്പെട്ട് എന്താ കഷ്ടപ്പാട്? ഓർക്ക് സുഖല്ലേ? ഓലെ സഹായിക്കണം. ഇവിടെ എത്രയുള്ളത്? 5000. നിങ്ങൾ വലിയ കഷ്ടപ്പെട്ടവർക്ക് ആണ്ടർത്താണെങ്കിൽ നിങ്ങൾ നിങ്ങൾ കണക്കി ഒരു കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു കഷ്ടപ്പെടൂല ഇനി. പക്ഷേ ബദറുൽ മുനീറിനെ പറഞ്ഞ വാക്ക് ലംഘിച്ചു, അപ്പൊ കുടുങ്ങി. അവിടെയും ബദറുൽ മുനീർ ആവശ്യം, ഇവിടെയും ബദറുൽ മുനീർ ആവശ്യം. ബദറുൽ മുനീർ പറഞ്ഞതിനെ കുറച്ചാളുകളെങ്കിലും ലംഘിച്ചു, അതുകൊണ്ട് ഉഹദിൽ കുടുങ്ങി. അപ്പൊ കുറച്ചാളുകൾ കഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ ആണ്ട് നടത്താൻ നല്ലത്, മനുഷ്യന്മാര് പണിയെടുത്തതിന്റെ പേരിൽ ആണ്ട് നടത്താൻ നല്ലത് ബദരീങ്ങക്കല്ല. പറയുടെ ചങ്ങായി ഉഹദീങ്ങളെ ഡേറ്റ് നോക്കിയിട്ട് നടത്തിക്കോളൂ ചങ്ങായിമാരെ. അതാന്നും കൂടി നല്ലോ. കാരണം എന്തുകൊണ്ട്? രാവിലെ മുതലേ തീറ്റ തുടങ്ങാം. ഇതിപ്പോ ഞാൻ എന്താണ്ട് നടത്തിയാലും വൈകുന്നേരമല്ലേ തിന്നാൻ പറ്റുള്ളൂ. മനുഷ്യന്മാര് പണിയെടുത്തതിന്റെ പേരിൽ ആണ്ട് നടത്താൻ നല്ലത് ബദരീങ്ങക്കല്ല. പറയുടെ ചങ്ങായി ഉഹദീങ്ങളെ ഡേറ്റ് നോക്കിയിട്ട് നടത്തിക്കോളൂ ചങ്ങായിമാരെ. അതാന്നും കൂടി നല്ലോ. കാരണം എന്തുകൊണ്ട്? രാവിലെ മുതലേ തീറ്റ തുടങ്ങാം. ഇതിപ്പോ ഞാൻ എന്താണ്ട് നടത്തിയാലും വൈകുന്നേരമല്ലേ തിന്നാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ ആണ്ടോ? ഇത് പ്രധാനപ്പെട്ട ആണ്ടല്ലേ? അത് ആണ്ടാണ്. ഇന്ന് വലിയ സംഭവമല്ലേ? എന്താ ഇന്നത്തെ സംഭവം? അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ ബഹുമാനിച്ചിട്ട് 5000 മലക്കുകളെ ഇറക്കി കൊടുത്തു. ഇത് ലോക ചരിത്രത്തിലില്ല. ഒരു മലക്ക് ഇറക്കി കൊടുക്കില്ല, ഒറ്റ മലക്കിനെ. പിന്നെ 5000 ഒരു ഒറ്റ മലക്കിനെ ഇറക്കി കൊടുക്കില്ല. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.